ഒരു വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനത്തിന് നിർണായക വഴിത്തിരിവ്. നേര്യമംഗലം വാളറ റോഡ് വനഭൂമിയല്ല, റവന്യൂ ഭൂമിയും റോഡ് പുറമ്പോക്കാണെന്ന് സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള പ്രധാന നിയമ തടസ്സം നീങ്ങിയിരിക്കുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം വാളറ റോഡ് വനഭൂമിയല്ലെന്നും റവന്യൂ ഭൂമിയും റോഡും പുറമ്പോക്കാണെന്നും സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കി. ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ പുറത്തിറക്കിയ ഉത്തരവോടെയാണ് ദേശീയപാത വികസനത്തിന് വഴിയൊരുങ്ങിയത്. 1932 അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ ഈ ഭൂമി പൊതുമരാമത്ത് വകുപ്പിന് റോഡ് നിർമ്മാണത്തിനായി കൈമാറിയതും തുടർന്ന് 1996 വനംവകുപ്പിന്റെ അനുമതിയോടെ വിജ്ഞാപനം പുറത്തിറക്കിയതുമാണ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. വനഭൂമി എന്ന തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി റോഡ് വികസന പ്രവർത്തനങ്ങൾ നിലച്ചിരുന്നു. ഇതിനെതിരെ അടിമാലി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളും നടന്നിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും ജസ്റ്റിസ് ബസന്ത് ബാലാജിയും അടങ്ങുന്ന ബെഞ്ചിന്റെ ഈ വിധി സുപ്രധാനമാണ്. ഇനി ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കിയാൽ മാത്രം മതിയാകും ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാനായിട്ട്, റോഡിന്റെ പണി ആരംഭിക്കാനായിട്ട്. റോഡ് പണി ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഹൈറേഞ്ച് മേഖലയുടെ, ഇടുക്കി ജില്ലയുടെ ഒരു കവാടം എന്നുള്ള നിലയിൽ വളരെയധികം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലവിലുള്ള റോഡിന്റെ ഇരുവശത്തേക്കുമുള്ള വികസനത്തിനാണ് ഭൂമി ആവശ്യമായത്. അടിസ്ഥാന നികുതി രജിസ്റ്ററിൽ ഈ ഭൂമി റോഡ് പുറമ്പോക്കായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1927 1932 തന്നെ വനേതര ഉപയോഗത്തിന് സർക്കാർ അനുമതി നൽകിയതിനാൽ പ്രത്യേക ഡീഫോറസ്റ്റേഷൻ വിജ്ഞാപനത്തിന്റെ ആവശ്യമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. 1980 വനസംരക്ഷണ നിയമം നിലവിൽ വരുന്നതിനു മുൻപ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയ ഭൂമിയായതിനാൽ ഇത് വനേതര ആവശ്യത്തിനുള്ള ഭൂമിയായി കണക്കാക്കാമെന്നും സർക്കാർ വിശദീകരിക്കുന്നു. തൊടുപുഴ സ്വദേശി MN ജയചന്ദ്രൻ നൽകിയ ഹർജിയെ തുടർന്നാണ് ഹൈക്കോടതി വിഷയത്തിൽ വ്യക്തത വരുത്താൻ നിർദ്ദേശിച്ചത്. സർക്കാർ വകുപ്പുകൾ തന്നെ ഭൂമിയുടെ സ്വഭാവത്തെക്കുറിച്ച് പരസ്പര വിരുദ്ധ നിലപാടുകൾ അറിയിച്ചതോടെയാണ് കോടതി ഇടപെടലുണ്ടായത്. പുതിയ സർക്കാർ ഉത്തരവോടെ നേര്യമംഗലം വാളറ ദേശീയപാത വികസനത്തിനുണ്ടായിരുന്ന പ്രധാന നിയമ തടസ്സം നീങ്ങിയിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.